ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചിറ്റാ സെന്റർ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്താനായി തീരുമാനിച്ചിരിക്കുന്ന ദൈവവചന ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് യോശുവ 1 അധ്യായം അതിന്റെ 9 വാക്യമാണ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ആരുടെയും തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ടില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് ഒരിക്കലും ദൈവത്തെ കൈവിടരുത്, മറിച്ച് ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവുകയാണ്, ഒരിക്കലും നമ്മൾ അത് ഓർത്ത് അതിനെക്കുറിച്ച് വിഷമിക്കുകയോ അതിനെ ആലോചിച്ച് ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത്. ആ സമയത്ത് നമ്മൾ ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നത്തെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ധൈര്യവും മനക്കരുത്തും നമുക്ക് ഉണ്ടാകുന്നു. അതിനുവേണ്ടി നമ്മൾ ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലായിരിക്കും യഹോവയായ ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ സമയത്ത് നമുക്കൊരു ധൈര്യവും മനക്കരുത്തും ഉണ്ടാകുന്നത് യഹോവയായ ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, യോശുവയെ പോലെ നാം ഓരോരുത്തരും ജീവിതത്തിൽ വിജയം പ്രാപിക്കണം. അതിനുവേണ്ടി നമ്മൾ ദൈവവചനമായ ബൈബിള് വായിക്കുകയും അത് ധ്യാനിക്കുകയും അതിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ യോശുവയെ പോലെ നാം ഓരോരുത്തർക്കും മനക്കരുത്തും ധൈര്യവും ഉള്ളവരായി തീരാനായി സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കട്ടെ.